എന്തോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. വിശ്വസിച്ചേ ഒക്കൂ. അണ്ണനും രാജകുടുംബമായിട്ടുള്ള ബന്ധം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. അപ്പൊ രാജാവ് ദാനം കൊടുത്താണെന്നാണോ അച്ഛനീ പറയുന്നത്? അല്ലാതെ അണ്ണൻ ഇത്രയും സ്വത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി അത് കൈമറിഞ്ഞ് പോകാതിരുന്നാ മതി. ആ, അത്രയ്ക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ കൊടുക്കേണ്ടതെന്നും വല്യച്ഛൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്ത് നിശ്ചയിച്ചാലും വെല്ലെണ്ണന് പ്രഭാകരനോട് പ്രത്യേക ഒരു സ്നേഹമാണ്. അതുകൊണ്ട് അവൻ വിചാരിച്ചാൽ വെല്ലെണ്ണന്റെ സ്വത്ത് മുഴുവൻ നമുക്കിങ്ങ് വന്ന് ചേരും. അതെങ്ങനെയാ? ആ, നിങ്ങൾക്കിപ്പോ കുറച്ച് കടബാധ്യതകളൊക്കെ ഇല്ലേ? വെല്ലെണ്ണനോട് ഇക്കാര്യം പ്രഭാകരനൊന്ന് ബോധിപ്പിച്ചാ മതി. ആ, അതെങ്ങനെ? വെല്ലെണ്ണൻ ഇതിനകത്ത് കയറുന്ന ഇപ്പോഴും അവൻ ഒരേ പിടിവാശിയല്ലേ? നീ എങ്കിലും അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. അയ്യോ, അതിപ്പോ ഞാനെങ്ങനെയാ? ഒന്നുമില്ലേലും അമ്മുക്കുട്ടിയുടെ ഭാവിയെങ്കിലും നമുക്ക് നോക്കണ്ടേ? നിന്നെപ്പോലെ തന്നെ അവളെ ഒരു മിടുക്കി ഡോക്ടറാക്കണമെന്ന എന്റെ ആഗ്രഹം. നിന്റെ ഈ ഒരുത്തിയുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് വല്ലതും നടക്കുവോ? അവരാണെങ്കിൽ ഒരു ദിവസം കഷ്ടിച്ച് 2 രോഗികളെ പോലും കിട്ടിയേയില്ല. വെല്ലെണ്ണന്റെ സ്വത്ത് നമുക്ക് കിട്ടിയാൽ നമുക്കൊരു ആശുപത്രി പണിതുകൂടെ? ഇപ്പൊ ഒക്കെ സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്താ വരുമാനം? ഈ നശിച്ച ആയുർവേദം കളതേച്ച് അവൻ അതിന്റെ കാര്യമൊക്കെ നോക്കിക്കൂടെ? എന്റെ മോനോ മിടുക്കില്ല. നീയും കൂടി ഇങ്ങനെ ആയാൽ എങ്ങനെയാ? അവനുമായിട്ട് ഒന്നും ഒറ്റയും പറഞ്ഞ് ഉടക്കി നിൽക്കാതെ നയത്തിലിടപെട്ട് അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നോക്ക്. പെണ്ണിന്റെ ബുദ്ധിയാ കുടുംബത്തിന്റെ ഉന്നതി. 54 ഏക്കർ 18 സെന്റ്. എന്നാലും എന്റെ ഗുരുവായൂരപ്പ, ഇത്രയും സ്ഥലം കൈവച്ചോണ്ടാണല്ലോ ആ കളവൻ ദരിദ്രവാസിയെ പോലെ നടന്നത്. ആ അറുമുഖൻ തമ്പി അപ്പൂപ്പന് പറ്റിയ കാര്യസ്ഥൻ തന്നെ. അയാൾ ഇപ്പോഴും ഒന്നും തുറന്ന് പ്രസ്താവിക്കുന്നില്ലല്ലോ. അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചതിന്റെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നാണമില്ലല്ലോ. വലിയ പോലീസുകാരനായിട്ടും അപ്പൂപ്പൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചേട്ടനെ കൊണ്ടായില്ലല്ലോ. ഒരു പോലീസുകാരന് നാണത്തിനേക്കാൾ വലുത് ആരോഗ്യമാണ്. അപ്പൂപ്പനെ അന്വേഷിച്ച് ഞാൻ ഇനി എങ്ങോട്ടുമില്ല. കിട്ടിയിടത്തോളം മതി. നകുല, നീ പുറത്തോട്ട് പോകുന്നെങ്കിൽ കുറച്ച് കുഴമ്പൂടെ മേടിച്ചോ. ഇനി ആരും എങ്ങും അന്വേഷിച്ചു പോണ്ട. നമുക്ക് അവകാശപ്പെട്ട സ്വത്തല്ലേ. അമ്മ എന്ത് വിട്ടിത്തേ പറയുന്നേ? ഓ പിന്നെ, നീ ആദ്യമായിട്ട് കേൾക്കല്ലേ? ഒന്നും മിണ്ടായിരിടാ. ആരും എങ്ങും അന്വേഷിച്ചു പോകാതെ ആരോഗ്യശ്രീമാനെ ഇവിടെ വരുത്തുന്നത് കാണണോ? അതെങ്ങനെയമ്മേ? എങ്ങനെയാണെന്നോ? നീ ഇവിടെ ഉള്ളയിലേക്ക് വെച്ച് നല്ലൊരു കോഴിയെ പിടിച്ചങ്ങ് അറക്കാം. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൂപ്പ? എന്റെ പിറന്നാൾ ഇത്രയും കേമമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഒരു കുറവുണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്ത് കുറവ്? എന്റെ കഥാപ്രസംഗത്തിന്റെ അഭാവം അത് വല്ലാതെ മുളച്ചു നിന്നു. അതുണ്ടായിരുന്നു നിന്റെ പലയിടവും മുഴച്ചേനെ. അല്ല, സദ്യ കഴിഞ്ഞ സ്ഥിതിക്ക് അല്പം ഒന്ന് മയങ്ങണ്ടേ അപ്പൂപ്പ? മയക്കമൊക്കെ അവിടെ ചെന്നിട്ടും ആകാമല്ലോ. ടാക്സി വെയിറ്റ് ചെയ്യുന്നു. എനിക്കറിയാ, നമുക്ക് പോവാം. എങ്ങോട്ട്? വല്യമ്മാവനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. അത് കൊള്ളാം. അമ്മുക്കുട്ടിയും ഞാനും ഇതുവരെ ഇവിടെ കാത്തിരുന്നത് എന്തിനാന്നാ വിചാരം? മീശപ്പൂപ്പിനില്ലാതെ ഇവിടെ ഉറങ്ങത്തില്ല അല്ലേ മോളെ? വല്യമ്മാവനില്ലാതെ അമ്മ ഊണ് കഴിക്കില്ല. അത് കൊച്ചമ്മാവൻ അറിയോ? വല്യമ്മാവൻ ഞങ്ങൾക്ക് ആത്മീയ ഗുരുവാണ്. മരുഭൂമിയിലെ നീനുറവയാണ്. അമാവാസിയിലെ പൂർണ്ണചന്ദ്രനാണ്. തൊലിയാണ്. മംഗള, ഈ മുറ്റത്ത് വെച്ച് വേണ്ട നിന്റെ കഥാപ്രസംഗം. എന്നാ വല്യമ്മാനെ ഇറക്കി വിട്. ടാക്സി കൂലി കൂടുന്നു. അപ്പൂപ്പന്റെ വീടാണിത്. അപ്പൂപ്പന്റെ സ്വന്തം മകൻ, അതായത് ഞങ്ങളുടെ അച്ഛൻ അന്ത്യശ്വാസം വലിച്ച വീട്. എന്താ നോക്കില്ല? പിന്നെ ഇത് വിട്ടിട്ട് അപ്പൂപ്പന്റെ ഒരു ജീവിതമില്ല. ഇവരൊക്കെ പലതും പറയും. മോള് പോയി അപ്പൂപ്പനെ വിളിക്കും. അയ്യോ, അപ്പൂപ്പൻ എങ്ങനെ വരും മോളെ? അപ്പൂപ്പന്റെ പേർക്ക് ഇവിടുത്തെ അമ്പലത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമവും 1001 നെയ്വിളക്ക് നേർന്നിരിക്കുക ഈ വല്യമ്മ. അപ്പൊ എന്റെ നേർച്ചയും വഴിപാടിന് ഒരു വിലയില്ല ദേവിയ. വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി. ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലയോ? ഇത് ഞാൻ അവിടുത്തെ അമ്പലത്തിൽ നേർന്നു പോയതല്ലേ? അയ്യോ, അപ്പച്ചി അമ്മമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇവിടുത്തെ ശിവന് ശക്തി വളരെ എനിക്കറിയാ, നമുക്ക് പോവാം. നിങ്ങളൊക്കെ ഈ കാണിക്കുന്നത് വലിയ കഷ്ടമാ. അളിയനും ചെറുമക്കളും ഒക്കെ ഉണ്ടായത് പിന്നെയല്ലേ? ഈ ഇരിക്കുന്നത് ഒരമ്മയ്ക്ക് ഒരു അച്ഛനും ഉണ്ടായ എന്റെ സ്വന്തം അണ്ണനാ. അത് മറക്കരുത്. കൊച്ചളിയന അത് പറയണ്ട.
വല്യണിയെന്ന് നിങ്ങളുടെ മരുമോള് വീട്ടിനകത്തിട്ട് വട്ട് കെട്ടിയത് നാട്ടിൽ മുഴുവനും പാട്ടാ. എന്റെ കുടുംബകാര്യത്തിൽ അളി ഇടപെടണ്ട. ഇടപെട്ടാ ഞാൻ എന്തോ ചെയ്യും? ഇതും പേരിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? അതെ കൊച്ചമ്മാവാ, എന്റെ അച്ഛന്റെ ബോഡി വിമർശിച്ചാലുണ്ടല്ലോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. എടാ അണ്ണന്റെ മുമ്പ് വെച്ചായിപ്പോയി, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ചുള്ള സംസാരം വേണ്ട. എവിടെ നിൽക്കണമെന്ന് അപ്പൂപ്പൻ തീരുമാനിക്കട്ടെ. അത് തന്നെ. അതിനെന്താ സംശയം? വലിയണിയെ ഞങ്ങൾ കൊണ്ടുപോകും. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. അച്ഛൻ എന്ത് തീരുമാനിച്ചു അത് പറ. വലിയണിയെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. വെല്ലുണ്ടെന്ന് ഞാനേ കൊണ്ടുപോകൂ. ഒലത്തോടോ ഞങ്ങൾ എന്നെ കൊണ്ടുപോകും. എന്നാലെന്ന് കൊണ്ടുപോയി നോക്കിയേ. എന്നെ ചൊല്ലി നിങ്ങൾ തമ്മിൽ തള്ളരുത്. പലപ്പോഴും ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ അടിക്കടി കയറി ഇറങ്ങിയത്. വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടാം ബാല്യവാ. എല്ലാവരുടെയും സ്നേഹവും ലാളനയും വീണ്ടും വേണ്ടി വരുന്ന സമയം. വൈകിയാണെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ, എനിക്ക് തൃപ്തിയായി. എനിക്കൊരു വിഷമമേ ഉള്ളൂ, പ്രഭാകരന് ഹേമലതയും കൂടെ വേണമായിരുന്നു. അവൻ എന്റെ മുഖത്ത് നോക്കാൻ കുറച്ച് വിഷമം കാണും. സാരമില്ല, കാലം അത് മാറ്റിക്കോളും. ഞാൻ മരിക്കുന്നത് വരെ ഈ സ്നേഹവും സന്തോഷവും നിലനിൽക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾ ഇന്ന് മറിച്ചൊരനുഭവം ഉണ്ടായ ഇനി ഈ കളവരത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം കാശി പോയി ഭജനം ഇരിക്കണമെന്നാണ് എന്റെ തീരുമാനം. ശ്രീപത്മനാഭ. 2 ദിവസത്തിനകം പടത്തലവൻ കാശിയിലേക്ക് പോകും. ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് നിർണായകമാണ്. എങ്ങനെയെങ്കിലും കക്ഷിയെ എന്റെ കയ്യിൽ കിട്ടിയേ തീരും. പ്രകൃതി രമണീയവും സമ്പൽ സമർത്ഥവുമായ ആ റബ്ബർ എസ്റ്റേറ്റിന് പുറത്ത് ഞാൻ കുറെ സ്വപ്നങ്ങൾ നെയ്തുപോയി. അത് സാക്ഷാത്കരിക്കാതെ വല്യമ്മാവൻ കാശിയിലേക്ക് പോയാൽ ഞാൻ പിന്നെ കാശ്മീരിലെ തീവ്രവാദികളുടെ ഇടയിലേക്ക് പോകുന്നതാവും നല്ലത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തും ചെയ്യാം. ഭവനഭേദനമോ കിഡ്നാപ്പിങ്ങോ ഹൈജാക്കിങ്ങോ ഒളിപ്പോരോ ഇതിൽ എന്തായാലും എനിക്ക് വിരോധമില്ല. ആളെ കൈ കിട്ടണം. ഓക്കെ, ആളെ ഞങ്ങൾ എത്തിച്ചേരാം. പക്ഷെ ചെലവൽപ്പം കൂടും. കഴിഞ്ഞ പ്രാവശ്യം ഏൽപ്പിച്ച പണിക്ക് തന്ന പ്രതിഫലം ഇതിനും തരാം. 500 രൂപയോ? അത് കഥാപ്രസംഗത്തിന് കൈയടിച്ചതന്നല്ലേ. അതുപോലല്ലത്, ഇതൊരാളുടെ കാലൊടിക്കുന്ന ഏർപ്പാടാ. മനസ്സിലായോ? കൈയടിക്കുന്നതിനും കാലൊടിക്കുന്നതിനും ഞാൻ ഒരേ അധ്വാനമേ കാണുന്നുള്ളൂ. ആ പോട്ടെ, എന്തേലും കൂട്ടിത്തരാം. ഇന്ന് എന്താ ആഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. എനിക്കറിയാം, അപ്പൂപ്പൻ ദീപാരാധന തൊഴാൻ പോകുന്ന ദിവസം. യക്ഷിയും ഗന്ധർവനും ആവാഹിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒറ്റയ്ക്ക് വിടുന്നത് റിസ്കാ. ഒരു പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നത് എന്നെപ്പോലെ മിടുക്കനായ ഒരു പോലീസുകാരന്റെ കടമയാണ്. വെറും പൗരനല്ല, 10-50 ഏക്കറിന്റെ ഉടമസ്ഥനായ പൗരൻ. വെറും 50 ഏക്കറല്ല, 54 ഏക്കർ 18 സെന്റ്. അതുകൊണ്ട് സെക്യൂരിറ്റി സുശക്തമാക്കണം. ഞാൻ റെഡി. ഞാൻ എവർ റെഡി. നിങ്ങൾ എന്തിനാണ് മക്കളെ ബുദ്ധിമുട്ടുന്നത്? ഈ അപ്പൂപ്പനെ ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്നേ. എന്നാലേ അപ്പൂപ്പനെ ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്. ചേട്ടൻ ഉച്ചക്കത്തെ പ്രാദേശിക വാർത്ത കേട്ടോ? ഇല്ല. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടായിരുന്നോ നകുല? കാശിയിലിപ്പം ഭയങ്കര ചൂടാത്രേ. 52 ഡിഗ്രി. 25 പേര് ചൂട് കൊണ്ട് മരിഞ്ഞു. മരിച്ചു. ആ 25 പേർക്കും മോക്ഷം കിട്ടി കാണും. കാശിയിൽ വെച്ച് വിയർത്ത് മരിച്ചാലേ അത് ഒരു പുണ്യമാണ്. ആ നടന്നു വരുന്ന വൃദ്ധനാണ് നമ്മുടെ ഇര. ഇനി ആക്ഷൻ തുടങ്ങാം.
വാളൊറയിലിട അപ്പൂപ്പ. ആരാടാ ഇന്നതിനൊന്നുമാരെ? ആരായിരുന്നാലും അപ്പൂപ്പ, ഇന്നേക്ക് 3-ാം നാള് ഈ ഗുണ്ടകൾ അയച്ചവന്റെ ലിവർ ഇടിച്ച് വാട്ടർ ആക്കി അവനെ മർഡർ ചെയ്ത് അവന്റെ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും.